ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു പേപ്പർ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പേപ്പർ പിന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസിനകത്ത് ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കണത് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ രണ്ട് കളർഫുള്ളായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സാണ്. കളർഫുള്ളായിട്ടുള്ളതില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ അടിച്ചെടുത്താലും മതി. ഇനി കളർ അടിക്കും വേണ്ടെങ്കിൽ കളർ അടിക്കണ്ട കേട്ടോ. അപ്പം ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പേപ്പർ ആവശ്യമുണ്ട്. ഈ ഷേപ്പിലുള്ള പേപ്പർ വേണേ നമുക്ക് ആവശ്യം. നമുക്ക് കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി നീളം വേണ്ട, ഇച്ചിരി നീളമുള്ള പേപ്പർ വേണം, ഒത്തിരി വണ്ണം വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാവേ. കറക്റ്റ് അതുപോലത്തെ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ചുരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ടുള്ളൊരു പേപ്പർ. എന്നിട്ട് നമ്മളത് ചുരുട്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണേ. ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പർ എടുക്കണം, ഇല്ലെങ്കിൽ അത് മടക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാൻ അത്ര രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഞാൻ 2 ക്ലിപ്പല്ലേ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ നടുക്കിലേക്ക് ഈ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് മറ്റേ സ്റ്റിക്കും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. എന്നിട്ട് വേണം നമുക്ക് 2 റബ്ബർ ബാൻഡ് ആവശ്യമുണ്ട്. ഞാനിവിടെ 2 ഉണ്ടാക്കണതുകൊണ്ട് 2 റബ്ബർ ബാൻഡ്. ഇനിയിപ്പോൾ നിങ്ങൾ 3 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 റബ്ബർ ബാൻഡ് എടുക്കണേ. അപ്പം ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൽ ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാകത്തില്ലേ. അതുകൊണ്ട് അത് ഞെക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നെക്കി നോക്കിയപ്പോൾ ശരിയായിട്ട് അങ്ങോട്ട് നെങ്ങുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതിന് കുറച്ച് നീളം കുറച്ചേ. അങ്ങനെ ഞാൻ നീളം കുറച്ച് 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി നീളം കുറയ്ക്കില്ല, ഇച്ചിരി നീളം കുറയ്ക്കാവുള്ളൂ. ഞാൻ നീളം കുറച്ചതിന് കുറച്ച് കൂടുതൽ നീളം കുറഞ്ഞു പോയെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ പർപ്പിൾ കളറിൽ നെക്കാൻ ഭയങ്കര പാടായിരുന്നേ. കാരണം ഞാൻ അതിന് കുറച്ച് വലിയ റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് ഭയങ്കര പാടായിരുന്നു നെക്കാൻ. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി ചെറിയ റബ്ബർ ബാൻഡ് എടുക്കാൻ നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കർ, അല്ലെങ്കിൽ സ്റ്റിക്കർ ഇല്ലാത്തവർക്ക് പിൻട്രസ്റ്റ് നോക്കി എന്തെങ്കിലും വരച്ചെടുത്തിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാതെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ 2 സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അത് ചുമ്മാ അങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ പോരാ, അതേ കുറച്ച് പശയും കൂടെ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഞാൻ ആദ്യമേ ഒട്ടിച്ചപ്പോൾ പശ തേക്കാതെയായിരുന്നു ഒട്ടിച്ചതുകൊണ്ട് അത് ശരിക്കും അങ്ങോട്ട് ഒട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവസാനം ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഫെവിക്കോളാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ആയിരിക്കും ഒട്ടാൻ കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ ബോണ്ട്. അപ്പം ഞാനാണെങ്കിൽ അത് ഇച്ചിരി ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പശ തേച്ചില്ലെങ്കിൽ, എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ കൂടെ വെച്ചിട്ട് വേണം അത് നമ്മൾ ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ അതിൽ സ്റ്റിക്കർ ഇങ്ങനെ പറഞ്ഞു പോരും. ഇനി സ്റ്റിക്കർ ഇല്ലാതെ ഉപയോഗിക്കാനാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിക്കർ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അവസാനത്തെ ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് അവസാനത്തെ ഔട്ട്ലുക്ക്. കൊള്ളാം, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പം ഞാനൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കാവേ. ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നോക്കാവേ. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മുറിച്ചത് കുറച്ചും കൂടെ ഷേപ്പ് ചെയ്യണമെന്നേ ഉള്ളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.